സർവകലാശാലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അനീതിക്കെതിരെ വൈസ് ചാൻസലർ നീതി തേടി സുപ്രീം കോടതിയിൽ. സാങ്കേതിക സർവകലാശാല വിസി സുപ്രീം കോടതിയെ സമീപിച്ചത് സർക്കാരിന് തിരിച്ചടിയുമായി. വിസിയെ പൂട്ടാനിറങ്ങി ഒടുവിൽ എലിക്കണിയിൽ വീണ അവസ്ഥയിലായി സർക്കാരും സിപിഎമ്മും. സർവകലാശാലയിൽ നിക്ഷിപ്ത രാഷ്ട്രീയ താൽപര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള സിപിഎം സർക്കാർ നീക്കത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ സർക്കാർ സഹകരിക്കാത്തതുകൊണ്ട് ബജറ്റ് പാസാക്കാനാവാതെ 2 മാസമായി സാങ്കേതിക സർവകലാശാലയിലെ ഭരണവും ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരം കണ്ടെത്താൻ വിസി നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടും പ്രശ്നം പരിഹരിക്കാൻ കോടതി വിമുഖത കാട്ടിയിരുന്നു. തുടർന്നാണ് വിസി സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തത്. വിസി നിയമനം ക്രമപ്രകാരമല്ലെന്ന സർക്കാർ നിലപാട് സുപ്രീം കോടതി മുഖവിലയ്ക്ക് എടുക്കാൻ തയ്യാറായില്ല. സർക്കാർ അഭിഭാഷകനെ നേരിട്ട് വിളിച്ചുവരുത്തി സർവകലാശാലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് വാക്കാൽ നിർദ്ദേശിച്ചിരുന്നു. സുപ്രീം കോടതി കേസ് പരിഗണിക്കാനിരിക്കെ നാളെ സിൻഡിക്കേറ്റ് ചേരുന്നതിന് മുന്നോടിയായി ഇന്ന് വിസി വിളിച്ചു ചേർത്ത സ്റ്റാറ്റ്യൂട്ടറി ഫൈനാൻസ് കമ്മിറ്റി യോഗം ബജറ്റ് അംഗീകരിക്കുവാൻ ശുപാർശ ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും ഫൈനാൻസ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഔദ്യോഗിക പ്രതിനിധികൾ സർക്കാർ നിർദ്ദേശപ്രകാരം മീറ്റിംഗിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതാണ് നേരത്തെ ക്വാറം തികയാതെ പ്രതിസന്ധിക്ക് കാരണമായത്. സ്റ്റാറ്റ്യൂട്ടറി ഫൈനാൻസ് കമ്മിറ്റി യോഗം ചേർന്ന സാഹചര്യത്തിൽ വിസി നാളെ സിൻഡിക്കേറ്റും വിളിച്ചിട്ടുണ്ട്. കോടതി ഇടപെടലുള്ളതിനാൽ യോഗത്തിൽ സർക്കാർ ഔദ്യോഗിക അംഗങ്ങൾക്ക് പങ്കെടുക്കേണ്ടതായി വരും. സിൻഡിക്കേറ്റ് ബജറ്റ് പാസാക്കി കഴിഞ്ഞാൽ നിയമപ്രകാരം ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ് ബജറ്റ് അംഗീകരിക്കേണ്ടത്. ശമ്പളവും പെൻഷനും ഓണത്തിന് മുൻപ് വിതരണം ചെയ്യേണ്ടതിനാൽ വിസി നിയമപ്രകാരമുള്ള അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ അംഗീകാരത്തിന് വിധേയമായി ബജറ്റ് പാസാക്കുമെന്ന് അറിയുന്നു. ഇതിനെതിരെ സിൻഡിക്കേറ്റും സർക്കാരും രംഗത്ത് വന്നാൽ ജീവനക്കാർക്കിടയിൽ ഒറ്റപ്പെടും. അതിനിടെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ നാളെ കേരള സിൻഡിക്കേറ്റും യോഗം ചേരും. രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പനാണ് മീറ്റിംഗിന് നോട്ടീസ് നൽകിയത്. രജിസ്ട്രാർ അനിൽകുമാറിന്റെ സസ്പെൻഷനെ തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ വാദം പൂർത്തിയായെങ്കിലും വിധി അവധി കഴിഞ്ഞ് കോടതി തുറന്ന ശേഷമേ ഉണ്ടാകൂ. സിൻഡിക്കേറ്റിലെ ഒരു വിഭാഗം അംഗങ്ങൾ യോഗം ചേർന്ന് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയതിനെ തുടർന്ന് അദ്ദേഹം ദിവസവും യൂണിവേഴ്സിറ്റിയിൽ ഹാജരാകുന്നുണ്ട്. ജൂലൈ 6-നാണ് വിസിയുടെ താൽക്കാലിക ചുമതല ഉണ്ടായിരുന്ന ഡോക്ടർ സിസ തോമസിന്റെ അധ്യക്ഷതയിൽ അവസാന സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. സസ്പെൻഷൻ പിൻവലിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ബഹളമായപ്പോൾ തുടർന്ന് യോഗം പിരിച്ചുവിടുകയായിരുന്നു. സസ്പെൻഷൻ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ നാളെ ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യാനാവില്ല. മാർച്ചിൽ പൂർത്തിയാക്കേണ്ട 100 കോടി രൂപയുടെ PM ഉഷ ഫണ്ടിന്റെ വിനിയോഗം സ്തംഭനത്തിലാണ്. ഫണ്ട് അടിയന്തരമായി മാർച്ചിന് മുൻപ് വിനിയോഗിച്ചില്ലെങ്കിൽ കേരള സർവകലാശാലയ്ക്ക് ഇത് നഷ്ടപ്പെടും. കൂടാതെ PhD അംഗീകാരം, വിദ്യാർത്ഥികളുടെ വിവിധ ഗവേഷക ഫെലോഷിപ്പുകൾ തുടങ്ങി നിരവധി അക്കാദമിക് വിഷയങ്ങളിൽ തീരുമാനം വൈകുന്നതിൽ വിദ്യാർത്ഥികൾക്ക് പരാതിയുണ്ട്. വിസിയും സിൻഡിക്കേറ്റുമായുള്ള നിരന്തര തർക്കത്തിന്റെ പേരിൽ സർവകലാശാല ഭരണം താറുമാറാകുന്നതിൽ ഭരണകക്ഷിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് അറിയുന്നു.